അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 നില 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം 2100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു സൂപ്പർ വീട്, നല്ല ഭംഗിയുള്ള നല്ലൊരു കിഡിലൻ വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. റോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. നല്ലൊരു സൗകര്യമുള്ള വീട് കേട്ടോ. നല്ല സൗകര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല ഭംഗി, ഇൻറ്റീരിയൽ എക്സ്റ്റീരിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട്. മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. ഇവിടെ കാണുന്നത് ഇതൊരു മുസ്ലിം പള്ളിയാണ്. ഈ വെള്ള കാണുന്ന ഒരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് വീടുകൾ, നിറയെ വീടുകളുണ്ട്. അപ്പോൾ ഈ വീട് നിൽക്കുന്ന ഭാഗം ഒരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയയാണ്. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു വീടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നിറയെ വീടുകളില്ല, പള്ളീൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് നിറയെ വീടുകളുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ എവിടെയാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ, ഇതിൻ്റെ വില എല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ആദ്യം വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം. അപ്പോൾ ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണർ കണക്ഷനുള്ളത്. അതായത് കിണർ ഒഴിച്ച്, സാധാരണ നാടിന് കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്ന ഒരു ഏരിയയാണ്. ഇവർ നിലവിൽ ഇവിടെ കുഴൽ കിണറാണ് കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വെള്ളത്തിന് സ്മെല്ല്, കളർ വ്യത്യാസം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഫിൽറ്ററിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, യഥേഷ്ടം വെള്ള സൗകര്യമുണ്ട്. വീട് 2100 സ്ക്വയർ ഫീറ്റാണ് ഏകദേശം വരുന്നത്. ഇതുണ്ട്, ഫില്ലറിലൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റോൺ ലുക്കിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ജനൽപ്പൊളികളൊക്കെ വെച്ചിട്ടുള്ളത്, ജനൽപ്പൊളികൾ വാതിൽപ്പൊളിയൊക്കെ വെച്ചിട്ടുള്ളത് തേക്കിലാണ്. അതായത് ഈ സ്ഥലത്ത് നിന്ന് തന്നെ വെട്ടിയിട്ടുള്ള ആ തേക്ക് വെച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ചുമരിൽ ഇവിടെ നല്ല വുഡൻ രീതിയിലുള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സിലൊക്കെ നല്ല ജനൽപ്പൊളികളൊക്കെ നല്ല കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എൽ ഷേപ്പിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സിറ്റ് ഔട്ട്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഉൾഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയൽ വർക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാളിൽ അതുപോലെ തന്നെ അടിഭാഗത്തൊരു ബെഡ്റൂമിൽ, മുകൾ ഭാഗത്ത് ബെഡ്റൂമൊക്കെ ഫുള്ള് ഇതുപോലെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വാം ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പുട്ടി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യമുണ്ട് കേട്ടോ. റൂമുകളൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഇതാണ് ഈ വീട്ടിലെ ലിവിങ് റൂം. 4 ബെഡ്റൂം കൂടാണ്ട് ഒരു ലിവിങ് റൂമുണ്ട്. അപ്പോൾ ഇതിൽ നിലവിൽ ഇവർ സോഫ സെറ്റിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ സോഫ കസ്റ്റമൈസ് ചെയ്തിട്ട് കോർണർ സോഫ സെറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഈ ലിവിങ് റൂമിൽ തന്നെ ഹാളിലേക്ക് 4 പർഗോള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാളിലേക്കൊക്കെ കാണുന്ന രീതിയിൽ 4 പർഗോള. ഈ ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഹാളിൽ നല്ല രീതിയിലൊരു ഷോക്കേസ്, പുതിയ മോഡൽ നല്ലൊരു ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീബ്ര ലൈൻ രീതിയിലുള്ള കർട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹാളിൽ തന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ലിവിങ് റൂമിലേക്ക് കാണുന്ന രീതിയിലുള്ള പർഗോളയാണത്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 4x2 സൈസിലുള്ള സെറാമിക് ടൈലാണ്. നല്ല മാർബിൾ ലുക്കിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടൈൽ തന്നെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ജിപ്സും ചെയ്തിട്ടുണ്ട്. വാം ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചുമരിൽ ഇവിടെ വി ഷേപ്പിലൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, തേപ്പിൽ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിന് വരുന്ന ഭാഗം ഗ്രാനൈറ്റാണ്. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്, വുഡൻ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അടിഭാഗത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട്, മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം, ടോട്ടലി 4 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഏരിയയിൽ 2 ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബോക്സ് രീതിയിലുള്ള വാഷ് കൗണ്ടർ, അതിന് നല്ല രീതിയിലുള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് കോമൺ ബാത്റൂമാണിത്. ഹാളിലെ കോമൺ ബാത്റൂം. ചുമരിലൊക്കെ ഫുള്ളായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. സാധാരണ നാടൻ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. റൂമുകളൊക്കെ ഉണ്ട്, നല്ല സ്പേഷ്യസ് ആണ്, വലിയ റൂമുകളാണ്. ഈ റൂമും ഫുള്ള് പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം ഫുള്ള് ജിപ്സം കൊടുത്തിട്ട് ലൈറ്റ്സ്, വാമിംഗ് ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സീബ്ര ലൈൻ കർട്ടൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ചുമരിൽ നല്ല രീതിയിലുള്ള ഷോക്കേസ് അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചുമരിൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോർഷൻ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓപ്പോസിറ്റ് കളറിൽ നല്ല നല്ല പെയിൻറ്റിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണത്. ആംഗ്ലോ ഇന്ത്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പുള്ള യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്.
നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു ബെഡ്റൂം. അടിഭാഗത്ത് ഇങ്ങനെ 2 ബെഡ്റൂമാണുള്ളത്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം. ടോട്ടലി 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ മുകൾ ഭാഗം റൂഫിങ് ഇതുണ്ട്. അതിൻ്റെ എലിവേഷൻ്റെ ഭാഗമാണ്, കുറച്ച് സ്ലോപ്പിലാണ് ഇതിൻ്റെ മുകൾ ഭാഗം റൂഫിങ് വന്നിട്ടുള്ളത്. ചുമരിൽ ഇതുപോലുള്ള നല്ല രീതിയിൽ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ചുമരിൽ ലിൻഡൽ ലെവൽ മുഴുവനായിട്ട് ഇതുപോലുള്ള മാർബിളൊക്കെയുള്ള ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ഇവിടെ ഒരു അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയുന്നത് ഇവിടുത്തെ ഓരോ മെറ്റീരിയൽസ് ആണ്. കിച്ചൺ സിങ്കൊക്കെ നല്ല കോസ്റ്റ്ലി സിങ്കാണ്. അതിൻ്റെ സ്പൗട്ടുകൾ, ടാപ്പിൻ്റെ സ്പൗട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് റാക്ക് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തുണ്ടോ സി ഷേപ്പിലുള്ള റാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിച്ചണോട് ചേർന്നിട്ടൊരു വർക്ക് ഏരിയൻ്റെ മുകൾ ഭാഗം ഷീറ്റ് ഇട്ടതൊന്നുമല്ല കേട്ടോ, മെയിൻ സ്ലാബ് തന്നെയാണ്. ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾക്ക് ട്രഡീഷണൽ രീതിയിലുള്ള ചിമ്മിനിക്കൂടൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിലൊക്കെ സെയിം ടൈൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ പുറം ഭാഗത്താണിത്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെപ്പിന് ചവിട്ടുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്തും സെയിം അടിഭാഗത്തുള്ള സെയിം രീതിയിലുള്ള ടൈൽ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. മുകളിൽ ചെറിയൊരു ഹാള്, 2 ബെഡ്റൂമാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇതുണ്ടോ, ചുമരൊക്കെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. അതായത് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തൊന്നും ഇവർ വളരെ അപൂർവമായിട്ട് കെയർ തന്നെ ഉള്ളൂ. ഇവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വല്ലാണ്ട് ഉപയോഗിക്കാത്ത നല്ലൊരു വീടാണ്. അടിഭാഗത്തുള്ള അതേ സെയിം രീതിയിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൂമിൻ്റെ മുകൾ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സീബ്ര ലൈൻ കർട്ടൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. റൂമൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂം വരുന്നത്. നാടൻ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ക്ലോസറ്റുകളൊക്കെ നമുക്ക് മാറ്റിട്ടോ. അപ്പോൾ ലൈറ്റസ്റ്റ് രീതിയിലുള്ള ക്ലോസറ്റുകൾ ആക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. നമ്മളൊക്കെ ഇപ്പോൾ അതിന് പുതിയത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജികളൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ പുതിയ രീതിയിലുള്ള യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം സൗകര്യമുണ്ട്. ഇപ്പോൾ പെട്ടെന്നുണ്ട്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. ഇതിൽ ആംഗ്ലോ ഇന്ത്യൻ ക്ലോസറ്റ്, സ്റ്റെപ്പുള്ള യൂറോപ്യൻ ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം, അടിഭാഗത്ത് 2 ബെഡ്റൂം. ഇവിടെ ചെറിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെയും ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അപ്പോൾ ടോട്ടലി 5-6 ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മുകൾ ഭാഗത്തേക്ക് ഓവർ ടാങ്കൊക്കെ പോകാനുള്ള സ്റ്റെയറാണിത്. ഇനി ഈ ഭാഗത്തായിട്ടൊരു ബാൽക്കണി സിറ്റ് ഔട്ട്, ചെറിയൊരു ബാൽക്കണി സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. എന്താ എന്താ വൈബ്, നല്ലൊരു അടിപൊളി സ്ഥലം. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിങ് റോഡ്, വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലം. വീടിന് തൊട്ടടുത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. നല്ലൊരു എലിവേഷൻ, നല്ലൊരു എൻജിനീയർ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. വലിയ പഴക്കമല്ല കേട്ടോ, ചെറിയ പഴക്കം മാത്രമേ വീട്ടിനുള്ളൂ. ഇനി വീടിൻ്റെ പിൻഭാഗം ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിച്ചു തരാം. ഇവിടെ ഒരു അലക്കുകല്ലുണ്ട്. ഇപ്പോൾ ഈ വെള്ള ഷീറ്റ് കെട്ടിയിട്ടുള്ള ഇത് തന്നെയാണ് അതിൽ വരുന്നത്. ടോട്ടലി 10 സെൻറ്റ് സ്ഥലമുള്ളത്. ഇതിൻ്റെ പിൻഭാഗത്തേക്ക് അങ്ങോട്ട് റബ്ബറാണ്. അപ്പോൾ ഉള്ള സ്ഥലം നല്ല സമചതുരായിട്ടുള്ള നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. എന്താ സൈഡ് വാഷാണിത്. ഈ ഭാഗത്തും ഇവിടെയും റബ്ബറാണ് വരുന്നത്. കുറച്ച് ഏരിയ റബ്ബറുള്ളൂ കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പള്ളീൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട്. ഇതിൻ്റെ തറയൊക്കെ ഇത് കണ്ടോ, അതൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഓരോ ഭാഗവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട 2 നില 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം 2100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള വലിയ പഴക്കമില്ലാത്ത നല്ലൊരു സൂപ്പർ വീട്. ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള നല്ലൊരു വീട്, വൃത്തിയുള്ള വീട്. അപ്പോൾ വീടിൻ്റെ ഓരോ ഭാഗവും അതിൻ്റെ ഇൻറ്റീരിയലായിക്കോട്ടെ എക്സ്റ്റീരിയറിലായിക്കോട്ടെ എല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ റൂമുകളുടെ സൈസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കൂടെ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ, പാണ്ടിക്കാട് കഴിഞ്ഞിട്ട് അരിക്കണ്ടമ്പാക്ക് എന്ന് പറയുന്ന സ്ഥലം. ഈ അരിക്കണ്ടമ്പാക്ക് നിന്ന് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് 2 കിലോമീറ്റർ നമ്മളെ നെന്മിനി റൂട്ടിൽ കയറി കഴിഞ്ഞാൽ കമാനം റൂട്ടുണ്ട്. ഈ കമാനം റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അരിക്കണ്ടമ്പാക്ക് കമാനം റൂട്ടിൽ പോയി കഴിഞ്ഞാൽ സുൽത്താൻ കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്.
അതുപോലെ തന്നെ നമ്മൾ പട്ടിക്കാട് എത്തുന്ന മുന്നായിട്ട് നമ്മൾ കമാനം അതിലെയും ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അപ്പൊ രണ്ട് ഭാഗത്തു നിന്നും എൻട്രൻസ് വരുന്നുണ്ട്. ഒരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ഒരു വലിയ പഴക്കമില്ലാത്ത നല്ലൊരു സൂപ്പർ വീട്. ഉദ്ദേശിക്കുന്ന വില 57 ലക്ഷം രൂപയാണ്. 57 lakh rupees. വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ ഭാഗവും അതിന് മെറ്റീരിയൽസ് ഒക്കെ നല്ല ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ജിപ്സം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിങ്ങും ഇന്റീരിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല പൈസ ഇറക്കിയിട്ടുള്ള ഒരു വീടാണ്. കച്ചവടത്തിനായിട്ട് കയറ്റിയിട്ടില്ല. അപ്പൊ ചെറിയൊരു ഇതുകൊണ്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗവും താമസിക്കാൻ പറ്റിയ, നിങ്ങൾക്ക് താമസിക്കാനാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം. അത്രയും ഗ്യാരണ്ടിയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള ഒരു വീട് തന്നെയാണ്. 57 ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനും വാങ്ങുവാനും ഉണ്ടെങ്കിൽ എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.